ഒക്ടോബർ മാസം 11-ാം തീയതി വരെ 2 ലിമിറ്റഡ് കമ്പനികളാണ് ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രണ്ടും സ്മോൾ ക്യാപ് വിഭാഗത്തിൽ നിന്നുള്ള ഓഹരികളാണ്. നിക്ഷേപകർക്ക് ലഭിക്കുന്ന സൗജന്യ ഓഹരികളാണിത്. അതിനാൽ ബോണസ് ഓഹരികളെ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്നും വിശേഷിപ്പിക്കുന്നു. നിക്ഷേപകർക്കും കമ്പനികൾക്കും ഒരേപോലെ നേട്ടം സമ്മാനിക്കാവുന്ന കോർപ്പറേറ്റ് നടപടികളിലൊന്നാണ് ബോണസ് ഇഷ്യൂ. കാരണം ഓഹരി ഉടമകൾക്കുള്ള പാരിതോഷികമായും വിപണിയിൽ ഓഹരിയുടെ മതിപ്പ് ഉയർത്തുന്നതിനായും കമ്പനിയുടെ ധനകാര്യ വിഭാഗങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനുമൊക്കെയാണ് ബോണസ് ഇഷ്യൂവിനെ പ്രയോജനപ്പെടുത്താൻ കമ്പനികൾക്ക് കഴിയുന്നത്. സമാനമായി ഓഹരി ഉടമകളെ സംബന്ധിച്ച് അധിക നിക്ഷേപം നടത്താതെ തന്നെ കൈവശമുള്ള ഓഹരി എണ്ണം വർദ്ധിപ്പിക്കുവാനും ഇതുവഴി ദീർഘകാലാടിസ്ഥാനത്തിൽ ഡിവിഡൻഡ് ഇനത്തിൽ ലഭിക്കാവുന്ന അധിക വരുമാനം ഉൾപ്പെടെയുള്ള നേട്ടവും സ്വന്തമാക്കാനായുള്ള അവസരവും ബോണസ് ഇഷ്യൂവിലൂടെ തുറന്നു കിട്ടുന്നു. സൗജന്യമായി ലഭിക്കുന്ന അധിക ഓഹരിയായതിനാൽ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്നും ബോണസ് ഷെയറിനെ വിശേഷിപ്പിക്കാറുണ്ട്. ചുരുക്കത്തിൽ ഓഹരി ഉടമകൾക്കും കമ്പനികൾക്കും ഒരേപോലെ ഗുണം ലഭിക്കാവുന്ന നടപടിയാണ് ബോണസ് ഇഷ്യൂ എന്ന് സാരം. ഒക്ടോബർ 11 വരെയുള്ള പുതിയ വ്യാപാര ആഴ്ചയിൽ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ സമ്മാനിക്കാൻ പോകുന്ന കമ്പനികളിൽ ഒന്ന് NBCC ഇന്ത്യയും മറ്റൊന്ന് പവർ മേക്ക് പ്രൊജക്ട്സുമാണ്. ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നവരത്ന പൊതുമേഖലാ സ്ഥാപനമാണ് NBCC ഇന്ത്യ ലിമിറ്റഡ്. നിലവിൽ 30,500 കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം. നിക്ഷേപകർക്ക് മുടക്കമില്ലാതെ ഡിവിഡൻഡ് നൽകുന്ന സ്മോൾ ക്യാപ് ഓഹരിയുമാണിത്. ഊർജ്ജോൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പവർ മേക്ക് പ്രൊജക്ട് ലിമിറ്റഡ്. ഏകദേശം 10,000 കോടി രൂപയാണ് പവർ മേക്ക് പ്രൊജക്ട്സിന്റെ നിലവിലെ വിപണി മൂല്യം. നിക്ഷേപകർക്ക് എല്ലാ വർഷവും മുടങ്ങാതെ ഡിവിഡൻഡ് കൈമാറുന്ന ഓഹരിയാണിത്.